CPM ഇനി ഒരു പരീക്ഷണത്തിനുമില്ല. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലൊന്നും പരീക്ഷണത്തിനേ ഇല്ല. കാരണം അവർ പരീക്ഷണം നടത്തി സിറാജിനെ പോലെയുള്ള പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള യുവമിഥുനോ എന്നൊക്കെ പറയുന്ന ഏറ്റവും മിടുക്കനായിട്ടുള്ള ആളിനെ, താത്വികാചാര്യൻ, എഴുത്തുകാരൻ, സാഹിത്യകാരൻ, സുന്ദരൻ, സുമുഖൻ, സുശീലൻ, സുശാന്തൻ, എന്ത് പേരിട്ടാലും അധികമാകാത്ത വളരെ വ്യത്യസ്തനായ ഒരു സിറാജിനെ കൊണ്ട് നിർത്തിയിട്ട് 8 നിലയിൽ പൊട്ടി. അപ്പോൾ CPM വീണ്ടും തിരിച്ചറിയുന്നു, ഇനി ആ പരീക്ഷണം വേണ്ട, നമുക്ക് പുതിയ പരീക്ഷണമാകാം. എന്താ പുതിയ പരീക്ഷണം? നേരത്തെ പരീക്ഷിച്ചതാണ്. എന്താണ്? ജലീലിനെ പോലെയുള്ള ആൾ, ജലീൽ പാർട്ടി മാറി വന്നതാണ്. അതേസമയം അൻവറിനെ പോലെ ആളുകൾ, അബ്ദുറഹ്മാനെ പോലുള്ള ആളുകൾ, അങ്ങനെ സ്വതന്ത്രന്മാരുടെ ഒരു പടയെ തന്നെ നിർത്താനാണ് തീരുമാനം. ഇനി സ്വതന്ത്ര പരീക്ഷണമേ ഉള്ളൂ. എവിടെ? അപ്പോൾ ഇത് കേട്ടപ്പോൾ ലീഗിലുള്ളവർ, കോൺഗ്രസ്സിലുള്ളവർ, അപ്പുറത്ത് UDF നിൽക്കുന്നവർ, കുറച്ച് വ്യവസായികൾ, കുറച്ച് സാഹിത്യകാരന്മാർ, സിനിമാക്കാർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാരെല്ലാം ഉടുപ്പടിച്ചിട്ടുണ്ട്. അവിടുത്തെ കോഫി ഹൗസുകളിലും കുഴിമന്തിയൊക്കെ അടിച്ചുകൊണ്ടിരുന്ന് പറയുകയാണ് സ്ഥാനാർത്ഥിയാകാൻ പറ്റും. എത്ര മുതലാളിമാരാണ് വരുന്നതെങ്കിൽ എത്ര രൂപ കൊടുക്കണം, പ്രാഞ്ചിയേട്ടന്മാരാണ്, വ്യവസായികളാണ് വരുന്നതെങ്കിൽ എന്ത് കൊടുക്കണം. പക്ഷേ CPMന് വേറൊരു പ്രശ്നമുണ്ട്. നല്ല സ്ക്രീനിങ് നടത്തിയിട്ട് എടുക്കാവൂ. അൻവറൊക്കെ പോലുള്ളവർ എടുത്തു കഴിഞ്ഞാൽ അവസാനം വർഗ്ഗവഞ്ചന കാണിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നേ. ഒരു പുതിയ ഉപതെരഞ്ഞെടുപ്പ് കൂടെ വന്നില്ലേ? അങ്ങനെ വരാതിരുന്നുവെങ്കിൽ, ഇപ്പം അൻവർ മിണ്ടാതിരുന്നുവെങ്കിൽ, പാർട്ടിയിൽ പോയെങ്കിലും, CPMമായിട്ട് ഉടക്കി പിണറായി സോ എന്നൊക്കെ പറഞ്ഞ് പോയെങ്കിലും, രാജിവെക്കാതിരുന്നെങ്കിൽ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് വരില്ലായിരുന്നു. ഒന്നുകൂടെ കൂനിന്മേൽ ഒരുപോലെ ഒരു പരിക്ക് കൂടി CPMന് വരില്ലായിരുന്നു, അല്ലെങ്കിൽ LDFന് വരില്ലായിരുന്നു. പക്ഷെ ഇത് സംഭവിച്ചു. അപ്പോൾ മലപ്പുറം ജില്ലയിൽ വ്യാപകമായ തോതിൽ എല്ലാ സീറ്റുകളിലും, മലപ്പുറം ജില്ലയിലെ എല്ലാ സീറ്റുകളിലും സ്വതന്ത്രർ തന്നെ നിൽക്കണം. തവന്നൂരിൽ KT ജലീൽ ഒന്നുകൂടി മത്സരിക്കണം. അതുപോലെ തന്നെ കൃത്യമായി അവിടുത്തെ എല്ലാ സ്വതന്ത്രന്മാരും നിൽക്കണം. ഇനി പുതിയ സ്വതന്ത്രന്മാർ വരട്ടെ. അതുകൊണ്ട് സ്വതന്ത്ര പരീക്ഷണം, സ്വതന്ത്ര കേരളത്തിൽ ജോസഫ് മുണ്ടശ്ശേരി മാഷിലൂടെയും അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്ന് ജസ്റ്റിസ് VR കൃഷ്ണയ്യരിലൂടെയൊക്കെ വന്ന് അവസാനം MK സാനു മാഷിലൂടെയൊക്കെ മറിഞ്ഞ് ഇവിടെ സെബാസ്റ്റ്യൻ പോളിലൂടെയൊക്കെ എത്തി, ഡോക്ടർ ജോ ജോസഫിലൂടെ തൃക്കാക്കരയിൽ മറിഞ്ഞ്, അങ്ങനെ വന്ന് സരിനിലൂടെ മറിഞ്ഞ്, സരിൻ പാർട്ടി സ്ഥാനാർത്ഥിയായി എങ്കിലും ഒരു സ്വതന്ത്ര മോഡലുള്ള ആളായിരുന്നു, അങ്ങനെ പാലക്കാട് മറിഞ്ഞ്, ഇപ്പോൾ ഇതാ മറിഞ്ഞ് വരുമ്പോൾ എന്തായാലും ഞങ്ങൾ തീ പൊള്ളുന്ന പരിപാടിക്കില്ല. എന്ത് വില കൊടുത്തും മൂന്നാമത്തെ ടേമും ഞങ്ങൾ പിടിച്ചിരിക്കും എന്നുള്ള നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ പാർട്ടിക്കൊന്നൊരു സ്കോപ്പില്ല. സഹാക്കളെ, നിങ്ങൾ തെരുവിൽ മുദ്രാവാക്യം വിളിച്ചോളൂ, നിങ്ങൾ അടിയുണ്ടാക്കിക്കോളൂ, നിങ്ങൾ ഗവർണറെ തളഞ്ഞോളൂ, നിങ്ങൾ ഭാരതാംബര ഫോട്ടോ എടുത്ത് 4 റൗണ്ട് അടിച്ചോളൂ, എന്നിട്ട് നിങ്ങളിങ്ങനെ കറങ്ങി നടന്നോളൂ. ഞങ്ങൾ മലപ്പുറത്ത് സ്വതന്ത്രരെ മാത്രമേ നിർത്തൂ. അതിൽ ചിലപ്പോൾ ഞങ്ങൾ മുതലാളിമാരെ നിർത്തും, വ്യവസായികളെ നിർത്തും, പ്രൊഫഷണലുകളെ നിർത്തും, സാഹിത്യകാരന്മാരെ നിർത്തും, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ നിർത്തും. നിങ്ങൾ ജയിപ്പിക്കണം എന്നൊരു പുതിയ മന്ത്രമാണ് മലപ്പുറം കാറ്റിൽ നിന്ന് കിട്ടുന്നത്. മലപ്പുറം കാറ്റ് അങ്ങനെ ഒരു വശത്ത് UDF അധികാരത്തിൽ വരുന്നതിനുള്ള വെഞ്ചാമരവും വീശി സുഗന്ധദ്രവ്യങ്ങളൊക്കെ അടിച്ച് നല്ല സുഖലോലുപരായി ഫീൽഡിൽ ഇറങ്ങുമ്പോൾ, ഇപ്പുറത്ത് വേറൊരു കാറ്റാണ്. അതിന് സ്വാതന്ത്ര്യ കാറ്റല്ല, സ്വതന്ത്ര കാറ്റ്.